കുട്ടിമണിയുടെ കല്യാണം നടത്തണം ബാലേട്ട. കല്യാണം കഴിഞ്ഞാൽ 3 മണിയുടെ സ്വഭാവത്തിന് ഭയങ്കര മാറ്റം ഉണ്ടാവും. അവക്കൊരുടേവൻ ഉണ്ടായേ പറ്റൂ. ആരെയാ ഞാൻ കല്യാണം കെട്ടാൻ പോണേ? നമുക്ക് വേണമെങ്കിൽ മതിയുടെ വീട്ടിൽ പോയി നിൽക്കാം. ആരെന്ത് ചിന്തിക്കുന്നൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ. എന്റെ വീട്ടിൽ ചെന്ന് നിൽക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ ടാബ് കണ്ടായിരുന്നോ? നീ എന്നതാടി കാണിച്ചേ? മതിയടാ, നീ ആദ്യമായിട്ടാണ് കുട്ടിമണിയെ കാണുന്നത്. ഒരു തെറ്റ് കണ്ടാൽ അത് തെറ്റ് തന്നെയാണെന്ന് പറയണം. അത് അന്തസ്. എന്ത് പറയണ നീ? എന്നെ നീ അന്തസ് പഠിപ്പിക്കുന്നു? എന്നെ കൊന്നിട്ട് വഴക്കിടടാ രണ്ടും. ആ ബുദ്ധിയില്ലാത്ത കൊച്ചല്ലേ പ്രശ്നം. കെട്ടിച്ചു വിട്ടേക്കവിടെ അവളെ ഏത് നരകത്തിലേക്കെങ്കിലും. ഏട്ടത്തി ബാലേട്ടനോടൊന്ന് പറയണം, ഞാനൊന്നും മനസ്സിൽ വെച്ചോണ്ടല്ലെന്ന്. സാരമില്ല രവി. അതെ, പുറത്തുള്ള നല്ല ഭക്ഷണം കണ്ടിട്ടില്ലാത്തതുകൊണ്ടും തിന്നിട്ടില്ലാത്തതുകൊണ്ടുവാ. ആഹാ, സീതമ്മളുടെ വീട്ടിലെ മേലാദായം വന്നല്ലോ. മോളെ, അമ്മേ, അമ്മാവ. വീട്ടിലെ കുറച്ച് ചേരയും ചേമ്പോ ഒക്കെ പറിച്ചപ്പോ കൊച്ചിനെ ഓർത്തു. അതാ കൊണ്ടിങ് പോന്നേ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ പെണ്ണിനെ ഇങ്ങ് വിളിച്ചേ. കുട്ടിമണി, ദേ പെണ്ണെ, എന്റെ കൊച്ചിന് ഞാൻ പുതിയൊരു ടാബ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലെങ്ങാനും നീ തൊട്ടാ നിന്റെ കയ്യിലെ തൊലി ഉരിച്ച് ഞാൻ ഊറക്കിടും. പറഞ്ഞേക്കാം. ഒന്നും കരുതരുത്. അമ്മയുടെ നാവടക്കി വെക്കാൻ അച്ഛൻ അമ്മയോട് പറയണം. ആരോട് എന്തും പറയാമെന്നുള്ള ചിന്തയാ. ശരി. അല്ല, കുട്ടിമണിയോട് അങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ അമ്മയ്ക്ക്? അമ്മയുടെ മനസ്സ് ശുദ്ധ, വെറുതെ അങ്ങനെ പറയുന്നേ ഉള്ളൂ. ഓഹോ, എനിക്ക് എന്റെ അമ്മയോടുള്ളതിനേക്കാൾ കൂടുതൽ ഇഷ്ടമാണല്ലോ രവിയേട്ടന്. ഞാനേ ഏട്ടനോട് ഒരു കാര്യം പറഞ്ഞിട്ട് വരാം. ഉറക്കം വരുന്നെങ്കിൽ കടന്നു, ഞാൻ വന്നേക്കാം. കലമോള് കിടന്നോ രവി? ആ, അവൾക്ക് ചെറിയൊരു തലവേദന. അയ്യോ, എന്തു പറ്റി? എന്ത് പറ്റാൻ, എപ്പോഴും ലാപ്ടോപ്പിലും ടാബിലും അല്ലേ കണ്ണ്. എന്തൊരു ചൂടാ അല്ലേ ഏട്ടാ ഇവിടോ? ഒന്ന് പോടാ. പണ്ട് അച്ഛൻ പറയുമായിരുന്നു, മീനച്ചൂടിലും നമ്മുടെ വീടിന് ചുറ്റും ഒരു കുളിര് കാണുമെന്ന്. അല്ല, അത് ഈ മരങ്ങൾ നിൽക്കുന്നതിന്റെ തണുപ്പാ. മുറിയിൽ നല്ല ചൂടാ, അതാ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. എടാ, ജനൽ തുറന്നിട്ട് കിടക്ക്, നല്ല കാറ്റ് കിട്ടത്തില്ലേ? ജനൽ തുറന്നിടാനോ? ഒന്നാമത് കൊതുക. തന്നെയുമല്ല, പണ്ടത്തെ പോലെയാണോ ഇപ്പോ? ഇപ്പൊ എന്താ, നീ വയലോരം വീട്ടിലെ അച്യുതക്കുറുപ്പിന്റെ മകൻ രവിചന്ദ്രൻ അല്ലാതായോ? ഈ ഏട്ടന്റെ ഒരു കാര്യം, മുറിയിൽ ഇപ്പൊ മതിയില്ല ഏട്ടാ. മതിക്കാണെങ്കിൽ കൊതുകെന്ന് വെച്ചാൽ ഭയങ്കര പേടിയാ. അല്ല, ഒരു കണക്കിന് മതിയെ സമ്മതിക്കണം. ജനിച്ച നാള് മുതൽ AC റൂമിൽ കിടന്നുറങ്ങണ കുട്ടിയാ. ഇതുപോലെ ചാണകം മണക്കുന്ന ഒരു വീട്ടില്. എടാ, നമ്മുടെ അച്ഛനും ഉണ്ടായിരുന്നു നീ പറഞ്ഞ ചാണകത്തിന്റെ മണം. എന്റെയും നിന്റെയും പോക്കറ്റിൽ അച്ഛൻ വെച്ച് തന്ന നോട്ടുകൾക്കും ഉണ്ടായിരുന്നു അതേ മണം. ആ, അത് നമ്മുടെ കാര്യം. ഞാൻ മതിയുടെ കാര്യമല്ല ഏട്ടാ പറഞ്ഞു വന്നത്. ആ ഏട്ടാ, ഇന്ന് വന്നപ്പോൾ മതിയുടെ അച്ഛനൊരു കാര്യം പറഞ്ഞിരുന്നു. അല്ല, ചിന്തിച്ചപ്പോൾ അത് കൊള്ളാമെന്ന് എനിക്കും തോന്നി. എന്നതാ? ആ, മതിക്ക് ചൂടാണല്ലോ. പിന്നെ നമ്മുടെ തറയൊക്കെ ആണെങ്കിൽ ഒരുമാതിരി വെള്ളപ്പാണ്ട് പിടിച്ച പോലെ. മുറിയിലാണെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂമും ഇല്ല. അതിന് നീ അവിടെ പോയി നിൽക്കാനോ? ഭാര്യാഗ്രഹേ പരമസുഖം, ദിനമൊട്ട് കഴിഞ്ഞാൽ പട്ടിക്ക് സമം എന്നാ. തന്നെയല്ല, നീ ഈ പറഞ്ഞ അതിർത്തിയൊന്നും കലമോ കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തോന്നത്തില്ല, അതല്ലേ അവളുടെ മനസ്സിന്റെ മഹത്വം. അപ്പം നമ്മൾ വേണ്ട കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാൻ. വീട് മാറണമെന്നൊന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ എന്റെ മുറിയുടെ പോർഷൻ ഒന്ന് പൊളിച്ചു പണിതാലോന്നാ. പൊളിച്ചു പണിയാനോ? ആ, ഒരു റെനോവേഷൻ, ഒരു അറ്റാച്ച്ഡ് ബാത്റൂം പണിയണം, തറയിൽ ടൈൽസ് ഇടണം, പിന്നെ ഒരു സ്പ്ലിറ്റ് AC വെക്കണം. കാശൊക്കെ മതിയുടെ അച്ഛൻ മുടക്കിക്കോളും. അല്ല,
അവരുടെ മോള് നന്നായിട്ട് ജീവിക്കണമെന്ന് അവർക്ക് നിർബന്ധം കാണത്തില്ല ഏട്ടാ. കലമോള് മാത്രമല്ല, നീയും നിന്റെ ഭാര്യ വീട്ടുകാരുടെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ച് നന്നായി തന്നെ ജീവിക്കണം. അതിവിടെയല്ല, എവിടെയാണെങ്കിലും. പക്ഷേ നമ്മുടെ അച്ഛൻ മരിച്ചിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ. അതിനു മുമ്പേ വീടൊക്കെ പൊളിച്ചു പണിയാന്ന് വെച്ചാ നാട്ടുകാർ പഴിക്കത്തില്ലടാ. പറഞ്ഞു ചിരിക്കേണ്ടവർക്ക് അതിനൊരു വകയാവും. നാട്ടുകാരാണോ ഏട്ടാ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? അല്ല, എന്നാലും കുറച്ച് കഴിഞ്ഞിട്ട് പോരെന്നാ എന്റെ അഭിപ്രായം. മതി, 1 or 2 ആഴ്ച കഴിഞ്ഞിട്ട് മതി. ഞാൻ ഏട്ടനോട് മുൻകൂറായി സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഗുഡ് നൈറ്റ് ഏട്ടാ. സീതയെടുത്തി, 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 ആ കൈ ഒന്ന് ഇങ്ങോട്ട് തന്നെ. അയ്യോ, സോപ്പ് വെള്ളമാ കയ്യില്. അതൊന്നും സാരമില്ല. സീതയെടുത്തി, എനിക്കൊരു ഷേക്ക് എന്നെ തന്നേ പറ്റൂ. ആ, മതികലയുടെ ഐഡിയ സക്സസ്. കുട്ടിമണിയെ ഓർത്തുള്ള അമ്മയുടെ സങ്കടം ഒക്കെ തീരാൻ പോവാ. കുട്ടിമണിയെ കെട്ടാൻ തയ്യാറായി ഒരു ചെക്കൻ വരുന്നു. ഈശ്വര, നേരോ? നേരല്ലാതെ പിന്നെ മോള് കള്ളം പറയോ? പറഞ്ഞേ മോളെ. പയ്യൻ എറണാകുളത്തുകാരനാ, ചിറ്റൂര്. അല്ല, വല്ല കുഴപ്പമുള്ള പയ്യനാണോ മോളെ? ഒരു കുഴപ്പമില്ല എന്നു മാത്രല്ല വലിയ പഠിത്തക്കാരനുമാ. MSW. ആ, അത് പറ. വലിയ പഠിത്തക്കാരനായതുകൊണ്ടാ വലിയ മനസ്സുണ്ടായതും. പേരെന്നതാ മോളെ കൊച്ചന്റെ? അരുൺ ഗോപിന്നാ. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നേരിട്ട് കാണുമ്പോ പറയാമെന്ന്. മറ്റന്നാ ഇങ്ങോട്ട് വരുന്ന മെസ്സേജ്. എവിടെ കുട്ടിമണി? അവളോട് പറഞ്ഞില്ലല്ലോ. വാ സീതെടുത്തി. കുട്ടിമണി, അറിഞ്ഞോ നിന്നെ കല്യാണം കഴിക്കാൻ ഒരു ചെക്കൻ വരുന്നുണ്ടെന്ന്? ആ, കുട്ടിമണിയുടെ രാജകുമാരൻ. പെണ്ണു പുതിയ കോളം കൊണ്ട് ഇറങ്ങിയല്ലോ. എല്ലാരും എന്റെ കല്യാണത്തിന് വരണേ. എന്റെ കല്യാണത്തിന് വരണേ. വരാം വരാം. അറിഞ്ഞില്ലേ, നമ്മുടെ വയലോരം വീട്ടിലെ 3 മണിയെ കെട്ടിച്ചു വിടാൻ പോന്നു. അപ്പോ അവള് പറഞ്ഞത് ചുമ്മാതല്ലേ? അല്ല, നേരാ. എന്റെ പരുത്തിക്കാവിലെ അമ്മേ, ആ ബാധ ഈ നാട്ടിൽ നിന്ന് പോവാണോ? അല്ല, അതിനെ ആര് കെട്ടാൻ? ആരെങ്കിലും അവര് കണ്ടുപിടിച്ച് കാണും. ഭഗവാനെ, ഇനി കെട്ടാൻ വരുന്നതും കടിക്കുന്നനമാണോ? അല്ല, ഈനാമ്പിച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറയുന്ന പോലെ ഈ അൽസേഷന് കൂട്ടായി വേറെ വല്ല ഇനമാണോ എന്തോ വരുന്നത്. കടി കിട്ടിട്ട് പിന്നെ അതല്ല ഇതാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഹോ, എന്തായാലും വലിയ സംഭവം തന്നെ.
എന്തായാലും വലിയ സംഭവം തന്നെ. എന്നതാ താൻ വടിക്കുന്നതോ? അല്ലെന്നേ, ആ 3 ഉണ്ണിയുടെ കല്യാണേ. ബുദ്ധി ഇത്തിരി കുറവെന്നല്ലേ ഉള്ളൂ അതിന്. അതിനൂടെ ചേർത്ത് ദൈവം സൗന്ദര്യം കൊടുത്തിട്ടുണ്ടല്ലോ. ആ ശശി അറിഞ്ഞില്ലേ 3 മണിയുടെ? അറിഞ്ഞു, അതാ പറഞ്ഞോണ്ടിരിക്കുന്നേ. മെമ്പറെ, ആരാ എന്നതാ ഏതാ എവിടെന്നാ എന്നൊക്കെ അറിഞ്ഞോ പയ്യനെ? അതൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാം, അവൻ ധീരനാ. വെള്ളക്കടുവയുടെ കൂട്ടിലേക്കല്ലേ അവൻ സെൽഫി എടുക്കാൻ വന്നിരിക്കുന്നത്. അവനെ ഈ പഞ്ചായത്തിന്റെ വക സ്വീകരണം ഞാൻ കൊടുക്കും. വേണം വേണം വേണം. എന്തായാലും ഒന്ന് തിരക്കി വെക്കുന്നത് നല്ലതാ. ചെറുക്കൻ ഏത് പഞ്ചായത്തുകാരനാണെന്ന്. ഇത് അവിടെ ചെന്ന് വല്ല പിള്ളേരെയും പിടിച്ച് കടിച്ചാലേ പറഞ്ഞു തീർക്കേണ്ട ആളെ മെമ്പർ ആയിരിക്കും. അല്ല, അതിപ്പോ നേരാണല്ലോ. ഒരു ഇന്റർ പഞ്ചായത്ത് പ്രശ്നത്തിനുള്ള സാധ്യതകളുണ്ട്. ഒന്നാമത് ഈ വിഭാഗീയത, അതിന്റെ ഇടയിലോട്ടാ ഇതിനെ അഴിച്ചു വിടുന്നത്. എന്തായാലും കെട്ടിച്ചു വിടാൻ തീരുമാനിച്ചല്ലോ, അത്രയും സമാധാനം. പിന്നെ എനിക്ക് നിൽക്കാൻ സമയമില്ല, വിളിച്ച പണ്ണൊന്ന് കാണണം. സത്യമാണോ മെമ്പറെ? പിന്നല്ലാതെ, വിളിച്ച പണ്ണോട് ഞാൻ കള്ളം പറയൂ? അതും ഭഗവതിയുടെ മുമ്പ് വെച്ച്. അമ്മേ ഭഗവതി, ദേശത്തെ നീ കാത്തു. ദേശത്തെ രക്ഷിക്കാൻ ഒരു രക്ഷകനെ ഭഗവതി അയച്ചിരിക്കുന്നു. 3 മണിയെ കല്യാണം കഴിക്കാൻ. ദേവി, അമ്മേ ഭഗവതി, അയാളെ വേഗം കൊണ്ടുവരണേ. അച്ചോട്ടാ, നാളെ നമ്മുടെ കുട്ടിമണിയെ കാണാൻ ഒരു ചെക്കൻ വരുക. അച്ചോട്ടൻ ആഗ്രഹിച്ചതുപോലെ നമ്മുടെ ആൺമക്കളുടെ കല്യാണം കഴിഞ്ഞു. അവരവരുടെ ജീവിതവുമായി. പണ്ട് അച്ചോട്ടന് തോന്നിയിരുന്ന ആ ഭയം ഇപ്പൊ എനിക്ക് തോന്നുന്നു അച്ചോട്ട, നമ്മുടെ മോൾ അധികപ്പറ്റാവൂന്ന്. ഒടുക്ക ഞാനങ്ങ് തീരുമാനിച്ചു അവളെ അങ്ങ് കെട്ടിച്ചു വിടാൻ. അച്ചോട്ടനോട് ചോദിക്കാതെ എടുത്ത തീരുമാനമാണ്. എന്നാലും എനിക്കറിയാം അച്ചോട്ടൻ എന്നെ മനസ്സിലാകുമെന്ന്. ശാരദ, മൂവന്തിക്ക് നിന്ന് കരയുവാണോ? അച്ചോട്ടന്റെ മുമ്പിൽ നിന്നപ്പോ. നാളത്തേക്കുള്ള പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചോ? ഉവ്വ്, ബാലം കൊണ്ടുവന്നായിരുന്നു. ദേ, ആ പെണ്ണിന് എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാൽ അവളുടെ ഊത്ത വയറ് നിറയെ കൊടുത്തേക്കണം. അല്ലെങ്കിൽ നാളെ ആ ചെറുക്കനെ അവൾ എറിഞ്ഞിടും. ആ പിന്നെ മെമ്പറൊക്കെ നാളെ വരുന്നുണ്ടെന്ന് രവി പറഞ്ഞു. അതുകൊണ്ട് രാവിലത്തെ പാല് സൊസൈറ്റി കൊടുക്കണ്ട. അയ്യോ, കല്യാണ പെണ്ണായിട്ട് നിൽക്കുമ്പോ പാവാടയും ബ്ലൗസും ഒന്നും പറ്റത്തില്ല. എന്നാ പെറ്റിക്കോട്ട് മതിയായിരുന്നല്ലോ. അതും പറ്റത്തില്ല, സാരി തന്നെ വേണം. ഇന്നാണോ എന്റെ കല്യാണം വലിയേച്ചി? ഇന്ന് കല്യാണമല്ല, കല്യാണ പെണ്ണിനെ കാണാൻ കല്യാണ ചെക്കൻ വരുന്ന ദിവസം. ദാ ഇതുകൂടെ ഇട്ടോ, സുന്ദരിയാവും. നല്ല മാല, അടിപൊളി അടിപൊളി, സൂപ്പർ. സ്വർണ്ണ വന്നോ? അയ്യോ, ചുന്ദരി മാല. എന്തിനാ മോളെ അതൊക്കെ ഇതിന്റെ കഴുത്തേൽ ചാർത്തുന്നത്? കിടക്കട്ടെ അപ്പച്ചി, അവള് കൂടുതൽ സുന്ദരിയാവട്ടെ. എന്നാത്തിന്? ഓട്ടക്കലണയ്ക്ക് സ്വർണം പൂശിയിട്ട് എന്തിനാ? ശാരദ, പെണ്ണ് ഇതെല്ലാം കൂടെ മടിയിലോട്ട് കുടഞ്ഞിട്ട് തിന്നോ അതോ കൊണ്ട് കൊടുക്കുവോ? സീതമോളെല്ലാം പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. ഓ, എന്റെ പരുത്തിക്കാവിലമ്മേ, ഒരു കുഴപ്പവും കൂടാതെ ഇതങ്ങ് ഉറക്കണേ. ഞാനൊരു ചുറ്റുവിളക്ക് കത്തിച്ചേക്കാമേ. അല്ല ബാല, നമ്മുടെ ഈ പയ്യന് എന്ത് എഡ്യൂക്കേഷൻ ഉണ്ടെന്നാ പറഞ്ഞേ? പഠിത്തേ MSW. നമ്മുടെ കൊച്ചിന് ഇത്തിരി ബുദ്ധി കുറവാണെങ്കിൽ എന്താ, അത്രയും കൂടെ പഠിപ്പ് ഈ വരുന്ന പയ്യനുണ്ടല്ലോ. അല്ല, എന്നതാ മെമ്പർ ഈ MSW? അത് പിന്നെ മെക്കാനിക്കൽ സയൻസ് ഓഫ് ദി വേൾഡ്. മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് എന്നാ.
അല്ലതിപ്പോ രണ്ട് രീതിയിലും പറയാം. കഴിഞ്ഞ ആഴ്ച തുള്ളിയപ്പോഴേ ഞാൻ ഓർത്തതാ. എന്തോ നിങ്ങളുടെ കാല് ഉളുക്കുമെന്നോ? ഇവിടുത്തെ കൊച്ചിന്റെ കല്യാണം നടക്കുന്ന. ആ അത് ശരി. ബാല, നമ്മുടെ ഈ കൊച്ചിന്റെ കാര്യമൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലയോ? കുറച്ചൊക്കെ. അത് മതി. ഇനിയിപ്പോ കൂടുതൽ പറഞ്ഞു കൊള്ളമാക്കണ്ട. എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് നടന്നിരിക്കാ മതി. അകത്ത് എന്നതായെന്ന് നോക്കിട്ട് വരാം. നോക്ക് നോക്ക്. അല്ല ഇപ്പം ബാല, അവര് വരാറായില്ലയോ? അവരിപ്പോ എത്തും. മെമ്പറേ, എന്തുവാ ശാന്തി? സമയം എത്രയായി? സമയം സമയം 2:59. ശാന്തി, നിന്റെ വേല എങ്ങ് മനസ്സിരിക്കട്ടെ. ഞാനിവിടെ ഇരുന്നത് വിളിച്ച് പറയും, ആ കൊച്ചും ഇവിടെ വന്ന് എന്നെ എടുത്തിട്ട് കടിക്കും. പയ്യനാ? ഇറങ്ങണം സാർ. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ഡ്രൈവർ മിടുക്കനായിരുന്നു. ഒരിടത്തും തെറ്റാതെ ചോദിച്ചും പറഞ്ഞും എത്തി. ഞാൻ ബാലൻ, 3 മണിയുടെ മൂത്ത സഹോദരൻ. ഇത് രവി, അനിയൻ. ഹലോ. ഞാൻ മെമ്പർ, വികസന നായകൻ എന്ന് നാട്ടുകാരൊക്കെ പറയും. അത് വന്ന റോഡ് കണ്ടപ്പോ തന്നെ മനസ്സിലായി. മെമ്പർ ചോദിച്ചു. തമാശയാണേ മെമ്പർ. അത് സാരമല്ല, ഐ ഡോണ്ട് കെയർ. വരൂ, അകത്തേക്കിരിക്കാം. അയ്യോ വേണ്ട, ഞാനിവിടെ നിന്നോളാം. ശരി. അതെ, കുടിക്കാൻ ഇത്തിരി വെള്ളം കിട്ടിയ കൊള്ളായിരുന്നു. പിന്നെന്താ. നല്ല സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യണേ. പറ്റിയ പെണ്ണിനെ ഇപ്പൊ തന്നെ അവര് കൊണ്ടുപോകണം. നീ ഇതാരോടെ ഈ പറയുന്നേ? അരുണിന്റെ കൂടെ വന്ന ഡ്രൈവർക്ക് ഇത്തിരി വെള്ളം വേണമെന്ന്. ഞാൻ കൊടുത്തോളാം. സീതയെടുത്ത് കുട്ടിമണിക്ക് ഒന്നുകൂടെ കാര്യം പറഞ്ഞു കൊടുക്കേ. അമ്മയപ്പച്ചിങ് വന്നേ. എന്റെ വൈഫാ മെയിൽ അയച്ചതൊക്കെ. വലിയ തറവാട്ടുകാരാ അവര്. കേട്ടിട്ടുണ്ടാവും, മാണിക്യമംഗലം. അരുൺ, ഇതമ്മ. നമസ്കാരം. ഇതപ്പച്ചി. അച്ഛൻ മരിച്ചിട്ട് കുറച്ച് ദിവസം ആയിട്ടുള്ളൂ. ആ ദുഃഖത്തിനൂടെ മോളെ ഒന്ന് കരകയറ്റണം. അതിനാ ധൃതി പിടിച്ച് ഈ ആലോചന. ഇത് രവിയുടെ ഭാര്യ മതികല. ഇദ്ദേഹമായി ചടങ്ങിന്റെ സംഘാടക. ഇത് എന്റെ ഭാര്യ സീത. വെള്ളം. അയ്യോ, വിളിച്ചാ മതിയായിരുന്നു. ഞാൻ അങ്ങോട്ടൊന്ന് വാങ്ങിയേനെ. ഏയ്, അതൊന്നും സാരില്ല. ഇവിടെന്താ പെണ്ണുകാണൽ ചടങ്ങോ മറ്റോ ആണോ? അതെ. നന്നായി വരട്ടെ. താങ്ക്സ്. എന്നാ പിന്നെ കുട്ടിമണി വിളിക്ക്. ശരി. മോളെ, വല്യേച്ചി പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. നല്ല മിടുക്കിയായി ചായയും കൊണ്ട് പോണം. ആ ചേട്ടൻ ചോദിക്കുന്നതിനൊക്കെ മിടുക്കിയായി ഉത്തരം പറയണം. ആ ചായ ആ ചേട്ടൻ എടുത്തു കഴിയുമ്പോ പോയ പോലെ മിടുക്കിയായിട്ട് മോള് തിരിച്ചു വരണം. ലഡു ഞാൻ പറയണ്ടേ? വേണ്ട വേണ്ട, അതൊക്കെ അവര് കഴിച്ചോളൂ. അയ്യോ, മൊത്തം കഴിക്കുവോ? മോൾക്കുള്ളതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തായി, റെഡിയായില്ലേ? ഇതാ വരുവാ. പെണ്ണിന്റെ സൗന്ദര്യം കണ്ടോ? ശരിക്കും അസ്പരസാ. അസ്പരസ് അല്ല, അപ്സരസ്. ഓ, പെണ്ണിന് ബുദ്ധി കൊടുക്കാഞ്ഞപ്പം സൗന്ദര്യം കിട്ടി. ശാന്തയ്ക്ക് അതും കിട്ടിയില്ല. എനിക്കിട്ട് കിള്ളാൻ നിൽക്കരുത് കേട്ടോ. ആൾക്കാര് നിൽക്കുമ്പോ. മോളെ, ഇതാ മോളെ കാണാൻ വന്ന ആള്. ഇവനാണോ രാജു?
സുകുമാരൻ. സ്വർണ്ണത്തൊപ്പിയില്ല, ചൂതന്നും അല്ല. എനിക്കൊന്നും വേണ്ട ഈ കണ്ട പൂച്ച. പണിപ്പാളി. അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ മോളെ. മോള് ചായ കൊടുത്തേ. എന്റെ പേര് അരുൺ. എന്താ കുട്ടിയുടെ പേര്? കടിക്കുള്ള ചീട്ടെഴുതി ചന്തേ. അല്ല, പേര് പറഞ്ഞില്ല. പേര് പറ. കുട്ടിമണി. ശരിക്കുള്ള പേര് 3 മണിയെന്നല്ലേ?